ബ്രിട്ടീഷുകാരിവിടെ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഒരിക്കലും പോകരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഇവിടുത്തെ ക്രിസ്ത്യാനികളായ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ഒരിക്കലും പോകില്ല, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ്, ഇവിടുന്ന് അവർക്കൊരു തിരിച്ചുപോക്കില്ല, ഇവിടെ തന്നെ അവർ കാണും. ആ രീതിയിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓടിച്ചിരിക്കുന്നിടം ഇടം പറഞ്ഞു കൊടുത്തു, ഒറ്റിക്കൊടുത്തു, അവരെ പിടിപ്പിച്ചു. ഇത് കഴിഞ്ഞ് ഈ പ്രതിഭാസത്തിനൊക്കെ ശേഷം എങ്ങനെയോ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കത്തോലിക്ക നേതാക്കന്മാരെല്ലാവരും പണം കൊടുത്ത് KPCCയിൽ മെമ്പർമാരായി. അന്നത്തെ ഈ ഒറ്റിക്കൊടുത്തവന്മാരൊക്കെ KPCCയിൽ തലപ്പത്ത് വന്നു. അവരിവിടുത്തെ മന്ത്രിമാരെയും മന്ത്രിസഭയും നിയന്ത്രിക്കാൻ തുടങ്ങി. പട്ടത്തിനൊക്കെ ഒരുപാട് തലവേദന കൊടുത്തതാണ് അവർ. അതും അന്നത്തെ ബുദ്ധിയായിരുന്നു. ആ രീതിയിൽ അവസരത്തിനൊത്ത് കാര്യങ്ങൾ നീക്കാൻ അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പിന്നെ ഏറ്റവും നല്ല അവസരവാദികളും ഞങ്ങളുടെ മെത്രാന്മാരാണ്. ഈ മോഡി അധികാരത്തിലേറിയതിൻ്റെ ആദ്യത്തെ മാസം തന്നെ സന്ദർശിക്കാൻ പോയത് ക്ലീമീസ് എന്ന് പറഞ്ഞ കാർഡിനൽ ആയ തിരുവനന്തപുരംകാരൻ കാർഡിനലാണ് പറഞ്ഞു. അപ്പം മോഡി വന്ന ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആദ്യം ഓടിയെത്തുന്നത് ഞങ്ങളുടെ കർദിനാളന്മാരാണ്. എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിലൊക്കെ വന്ന് അവർ സ്വീകരിക്കും. കാരണം ഇവർക്ക് അവസരത്തിനൊത്ത് കാര്യങ്ങൾ നീക്കാനുള്ള നല്ല സാമർഥ്യമുണ്ട്. പണ്ട് ഇവിടെ കുറേ പഴയ ചരിത്രത്തിലേക്ക് പോയാലും അറിയാം, സ്വാതന്ത്ര്യ സമരം നടന്നു. ഇവിടുത്തെ ഈ പറഞ്ഞ സ്റ്റേറ്റ് കോൺഗ്രസ് CPയുടെ കാലത്ത്, നിങ്ങൾക്ക് ആലപ്പുഴക്കാർക്കൊക്കെ അറിയാം, പുന്നപ്പുറയൊക്കെ നടന്നു അറിയാം നമുക്ക്. സമരം നടന്നു, ജയിലറിക്കുള്ളിൽ കഴിയുന്നു. നാഷണൽ കോയിലോൺ ബാങ്ക്, മനോരമയുടെ കേസിമാമാപ്പിള, ഇവരെല്ലാം ജയിലിൽ കിടക്കുക. ആ സമയത്ത് മറ്റേ ഒരുപാട് ഹിന്ദുക്കൾ, നായന്മാർ, ഈഴവരുമൊക്കെ അന്ന് 12 മെത്രാന്മാർ സ്വർണ്ണത്തളികയിൽ മംഗളപത്രം കൊണ്ട് സമർപ്പിച്ച് CPയുടെ ഷഷ്ടിപൂർത്തിക്ക്. വേറൊരു അവിടുത്തെ മെത്രാനുണ്ടായിരുന്നു, ഇവാനിയോസ് മെത്രാപ്പോലീത്ത. അങ്ങനെയൊക്കെ 4-5 ഇവാനിയോസ് കോളേജും തിയോഫിലിസ് കോളേജൊക്കെ അയാൾ നോക്കുമ്പോൾ ഉണ്ടാക്കിയ CPയുടെ സപ്പോർട്ടോടുകൂടി 400 ഏക്കർ സ്ഥലം അവിടെ എൻക്രോച്ച് ചെയ്തെടുത്ത് ഉണ്ടാക്കിയ സ്ഥാപനമാണ്. കള്ളനോട്ടടിച്ചെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും അൽത്താരയിലേക്ക് താമസിയാതെ വരുന്ന വിശുദ്ധ ഗണത്തിലേക്ക് വാഴ്ത്തപ്പെട്ടവനായിട്ടുണ്ട് ഇപ്പോൾ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അവസരത്തിനൊത്ത് ഏത് ആരുടെ നിൽക്കണോ അത് ഭംഗിയായിട്ട് അഭിനയിക്കാൻ അറിയാം. പണ്ട് ടിപ്പു സുൽത്താൻ 1787 തോന്നുന്നു, 87 ബ്രിട്ടീഷുകാരുമായിട്ടൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ കർണാടകയും ഈ പറഞ്ഞ മഹാരാഷ്ട്രയും ഹൈദരാബാദും ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു. ടിപ്പുവിൻ്റെ ടിപ്പു ഞാൻ മനസ്സിലാക്കിയിടത്തോളം, കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അയാളൊരു മതഭ്രാന്തനൊന്നും ആയിരുന്നില്ല. ഏറ്റവും വലിയ മതേതരവാദി, ഏറ്റവും സെക്യുലറായിട്ടൊരു മനുഷ്യൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നിത്യനിദാന ചെലവുകൾക്ക് പണം ഖജനാവിൽ നിന്ന് കൊടുത്തിരുന്ന ആൾ. 1785 മലബാർ പ്രോവിൻസിലേക്ക് ഗവർണർക്ക് അയാൾ എഴുത്തെഴുതി, നമ്മുടെ ഈ പ്രോവിൻസിലെ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശമോ അധികാരമോ ഇല്ലയെന്ന് ഞാൻ അറിയുന്നു. 1785 കാര്യമാണിത്. അതെന്തുകൊണ്ടാണെന്ന് ഗവർണർ അന്വേഷിച്ച് റിപ്പോർട്ട് തരണം. സാമ്പത്തിക പരാധീനത മൂലമാണെങ്കിൽ ഖജനാവിൽ നിന്ന് പണം മുടക്കി സ്ത്രീകളുടെ സഭ്യത പാലിക്കാൻ വേണ്ടി അവർക്ക് മേൽവസ്ത്രം ഉണ്ടാക്കി കൊടുക്കണം. മതപരമായ ആചാരമാണെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളെ കണ്ട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ആ ദുരാചാരം ഇല്ലാതാക്കണം. ഇങ്ങനെ വ്യക്തമായിട്ട് 1785 എഴുതിയ ലെറ്റർ, അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 1785 അങ്ങനെ എഴുതിയ ടിപ്പു. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം വരുന്നത് 1835 ഒരു മഹാറാണിയാണ് എഴുതിയത്. സ്ത്രീകൾക്ക് ക്രിസ്ത്യാനികളായ സ്ത്രീകൾക്ക് മാറുമറിക്കാം. 1855 വീണ്ടും ഒരു കൽപ്പന വന്നു, ചാന്നാർ സ്ത്രീകൾക്കും മാറുമറയ്ക്കുന്നതിന് വിരോധമില്ല, പക്ഷേ സവർണരോ വലിയ പുള്ളികൾ വന്നാൽ മാറത്ത് തുണി എടുത്ത് മാറ്റി കളയണം, നിർബന്ധമായിരുന്നു. അത് വരുന്നതിനും 19 വർഷം മുമ്പ് ടിപ്പു അത് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ടിപ്പുവിൻ്റെ സൈന്യത്തിൽ ക്രിസ്ത്യൻ പട്ടാളക്കാരും ഉണ്ടായിരുന്നു. ധാരാളം നോർത്ത് കാനഡ, സൗത്ത് കാനഡ മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു അന്ന്. ആ പട്ടാളക്കാരെല്ലാം ടിപ്പുവിന് അവരെ വിശ്വാസമായിരുന്നു. ഈ ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ വലിയ അബദ്ധം പിന്നീട് പറ്റിയെന്ന് മാത്രം. സിഖുകാരെ എന്നെ വെടിവെക്കുക എന്നുള്ള അമദ്രി കടന്ന ആത്മവിശ്വാസം. ഏതായാലും ഈ പട്ടാളക്കാരെന്താ പറയുക, കോൺവാലീസ് എന്ന് പറഞ്ഞൊരു പുള്ളിയായിരുന്നു അന്ന് ഇവിടുത്തെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷുകാരെ അമേരിക്കയിൽ ജോർജ് വാഷിങ്ടനുമായിട്ടുള്ള യുദ്ധം തകർന്നെത്തി പൊളിഞ്ഞ് പാളീസായി ഒരു പണിയില്ലാതെ ഇംഗ്ലണ്ടിൽ ഇരുന്നപ്പോൾ ഇങ്ങോട്ട് വിട്ടത്. അയാൾക്ക് പഴയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സൈന്യ തലവന്മാരെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, കോഴ കൊടുത്ത് വശത്താക്കേണ്ടത് നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു. ടിപ്പുവിൻ്റെ സൈന്യാധിപന്മാരെയൊക്കെ വളർത്താക്കി. എന്തോ ആട്ടെ, ടിപ്പുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ പട്ടാളക്കാരന്ന് 5000 ചാക്ക് അരി പിരിവെടുത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് കൊണ്ടു കൊടുത്തു. ടിപ്പുവിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് ടിപ്പുവിൻ്റെ സൈന്യത്തിലിരുന്നുണ്ട്. ചരിത്രരേഖകളിലുള്ള കാര്യം. 5000 ചാക്ക് അരി ബ്രിട്ടീഷ് പട്ടാളത്തിന് ഇവന് പിരിച്ചെടുത്ത് കൊടുത്തു. യുദ്ധം ടിപ്പു തോറ്റു. രാജ്യം അവർ പറയുന്ന വ്യവസ്ഥകളൊക്കെ ഏൽക്കേണ്ടി വന്നു.
മക്കളെ പണയം കൊടുക്കേണ്ടി വന്നു. ഇത് എന്നിട്ടും ഈ പട്ടാളക്കാരെയൊക്കെ ടിപ്പു, സാധാരണ ഇത് ട്രൈറ്റേഴ്സ്, നയവഞ്ചകരെന്നോ വിശ്വാസവഞ്ചകന്മാരെ ഒരു രാജ്യത്തും ജീവനോടെ വെച്ചേക്കില്ല. ടിപ്പു ആരെയും കൊന്നില്ല, ഒരു ക്രിസ്ത്യാനിയും കൊന്നില്ല. ടിപ്പു അവരെ മുഴുവൻ കൈയൊക്കെ പുറകെ കെട്ടിയിട്ട് നേരെ ഗോവയിലേക്ക്, പോർട്ടുഗാരുടെ ഭരണമില്ല, അങ്ങോട്ട് അയക്കുകയാണ് ചെയ്തത്. ആരെയും കൊന്നിട്ടില്ല. ആ ടിപ്പുവിനെ പറ്റി നമ്മളിങ്ങനെയൊക്കെ കേട്ടത്. വേറൊരു ചരിത്രമുണ്ട് ടിപ്പുവിൻ്റെ. ടിപ്പു ഒരിക്കലേ വിഷയം കടന്നു പോവുകയാണ്, ആരും ബോറടിക്കുന്നില്ലെങ്കിൽ ചരിത്രമാണിത്. ടിപ്പു ഒരു 14 വയസ്സുള്ളപ്പോൾ ഒരു യുദ്ധം ജയിച്ചു. ഹൈദരാലി എല്ലാത്തിനും യുദ്ധത്തിനൊക്കെ കൊണ്ടുപോകും. രണ്ട് യുദ്ധമുഖങ്ങളിലായിരുന്നു. ഇയാൾ വളരെ വേഗം അത് കീഴടക്കി കഴിഞ്ഞു. യുദ്ധതന്ത്രങ്ങളിൽ ഹൈദരാലിക്ക് വലിയ ഇമ്പ്രഷൻ, വളരെ വലിയ അഭിമാനം തോന്നി. എന്നിട്ട് പറഞ്ഞു, ടിപ്പുവിനോട് പറഞ്ഞു, ഒരു കാര്യം, നീ സമർത്ഥനായി, നിനക്ക് ഈ രാജ്യത്തെ നിയന്ത്രിക്കാനും യുദ്ധം ചെയ്യാനും രാജ്യത്തെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, നിന്നെ ഈ രാജ്യം വിഭജിച്ച് നിന്നെ പകുതി രാജ്യത്തിൻ്റെ സുൽത്താനാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും ടിപ്പു പറഞ്ഞു, എനിക്ക് രാജ്യം വേണ്ട, രാജഭരണം വേണ്ട, എനിക്കൊരു നല്ല ലൈബ്രറിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അന്ന് ഹൈദരാലി ലോകത്ത് കിട്ടാവുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ശേഖരിച്ചു. ആ ഭാഷയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അവിടുന്ന് പണ്ഡിതന്മാരെയും കൊണ്ടുവന്നു താമസിപ്പിച്ചു. ടിപ്പുവിന് തന്നെ 6-7 ഭാഷകൾ അറിയാമായിരുന്നു. ഫ്രഞ്ചൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. ഏതായാലും ടിപ്പു യുദ്ധത്തിൽ തോറ്റു. ശ്രീരംഗപട്ടണത്ത് യുദ്ധരംഗത്ത് മരിക്കുന്ന ലോകത്തിലെ ഏക ചക്രവർത്തിയും അയാളാണ്. യുദ്ധരംഗത്ത് പടപൊരുതി മരിച്ചൊരു ചക്രവർത്തി അതേ ഉള്ളൂ. മറ്റവരൊക്കെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു, അല്ലെ സറണ്ടർ ആകുമായിരുന്നു. ആ മനുഷ്യനെ ഈ പറഞ്ഞ കോൺവാലീസ് ശ്രീരംഗപട്ടണത്ത് വന്ന് ആദ്യം ചെയ്തത്, അയാളുടെ അതിവിപുലമായിരുന്ന ഈ വായനശാല തീ വെക്കുക ചെയ്തത്. അലക്സാണ്ട്രിയയിൽ പണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഏഷ്യയിലെ, ഒരുപക്ഷെ ലോകത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വായനശാലയായിരുന്നു. അത് കത്തിച്ചു കളഞ്ഞു. ഇതുപോലെ ഞങ്ങളുടെ മാർപ്പാപ്പമാരും ആരെങ്കിലും പുസ്തകങ്ങൾ എഴുതിയാൽ ഇൻഡെക്സിൽ പെടുത്തുന്നത്, വായിക്കരുത്, തുറന്നു നോക്കരുത്. ബൈബിള് പോലും വായിക്കാൻ പാടില്ലായിരുന്നു. 1229 ഹോണോറോസ് പാപ്പ പറഞ്ഞു, ആരും ബൈബിള് വായിക്കരുത്. ബൈബിൾ വായിച്ചതിന് ചുട്ടു കൊന്നിട്ടുണ്ട്. വായിക്കരുത്, വായിച്ച കാര്യങ്ങൾ ഗ്രഹിക്കും. ഇവരങ്ങനെ അന്ധകാരത്തിലാണ് നമ്മൾ നിർത്തിയത്. ഡെക്കാമറോൺ കഥകളെന്ന് പറഞ്ഞ് ബൊക്കാച്ചി എന്ന് പറഞ്ഞുള്ള 1434 എഴുതിയൊരു ബുക്കുണ്ട്. വളരെ രസമാണ്. 100 ചെറു കഥകൾ. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ എഴുതി. നമ്മുടെ ഈ സെർവാൻറ്റീസ് എഴുതിയ ഇതില്ലേ ഡോൺ ക്വിക്സോട്ട് പോലെ സുന്ദരമായ ബുക്ക്, അതും ഇൻഡെക്സിൽ പെടുത്തി. അത് വായിക്കാൻ പാടില്ല. അയാൾ ബുദ്ധിമാനായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഈ കുറച്ച് സ്ത്രീ പുരുഷ ബന്ധമൊക്കെ ആ കാലത്ത് കുറേ കൂടെ പച്ചയായിട്ട് എഴുതും. അതിനകത്തുള്ള ഈ ഹീറോകൾ മുഴുവൻ വൈദികരായിരുന്നു. അപ്പം ഇങ്ങനെ ആ തിരുത്തി കൊടുത്ത് ഇത് വൈദികർക്ക് ഒരു അൽമാരയാക്കി വെച്ച് കൊടുത്തപ്പോൾ പുസ്തകം പ്രസിദ്ധീകരിച്ചു വന്ന് ഇപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന DC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നല്ല രസം.